നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർക്ക് റെഡ് കാർഡ്. മത്സരം സാന്റോസ് പരാജയപ്പെട്ടു. ബ്രസീലിയറോ സിരിയയിൽ നടന്ന മത്സരത്തിലാണ് ഏകപക്ഷീയമായ ഒരു ഗോളിന് ബൂട്ടാഫാഗോ സാന്റോസ് എഫ് സിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. കളിയുടെ 76-ാമത്തെ മിനിറ്റിൽ നെയ്മർ ജൂനിയർക്ക് റെഡ് കാർഡ് ലഭിച്ചതോടെ സാന്റോസ് 10 പേരായിട്ട് ചുരുങ്ങിയിരുന്നു. 86-ാമത്തെ മിനിറ്റിൽ ആർദറിന്റെ ഗോളാണ് ബൂട്ടാഫാഗോയെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. കളിയിൽ സാന്റോസിനായിട്ട് നെയ്മർ ജൂനിയർ, ഗുയർമെ, റോൾഹെയ്സർ, വഴയിൽ എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് മുന്നേറ്റങ്ങൾ നയിച്ചത്. മറുഭാഗത്ത് സെക്കോയും അലനും ആർദറും ചേർന്നുകൊണ്ട് ബൂട്ടാഫാഗോയുടെ മുന്നേറ്റങ്ങൾ നയിച്ചു. കളിയിൽ നെയ്മർ ജൂനിയർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പലരും നെയ്മർക്ക് പരിക്കാണ്, സ്റ്റാർട്ട് ചെയ്യില്ല എന്ന തരത്തിലൊക്കെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ അങ്ങനെയല്ല, നെയ്മർ ജൂനിയർ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹം റഫറിയുമായിട്ട് തർക്കിക്കുന്ന സിറ്റുവേഷൻസ് പല ഘട്ടങ്ങളിലും ഉണ്ടായി. അങ്ങനെ ഒരു യെല്ലോ കാർഡ് ലഭിച്ചിരുന്നു. എന്നാൽ കളിയുടെ 76-ാമത്തെ മിനിറ്റിലാണ് റെഡ് കാർഡ് ലഭിക്കുന്നതിനുള്ള സംഭവം ഉണ്ടാകുന്നത്. അത് എതിർ ടീമിൻ്റെ ഗോൾ കീപ്പർ തടഞ്ഞ ഒരു പന്ത്, അത് പിന്നീട് ഇങ്ങനെ വീണ്ടും ഒരു റീബൗണ്ടായിട്ട് നെയ്മർ ഗോൾ അടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എതിർ താരം ബൈസിക്കിൾ പോലെ അത് അടിച്ചകറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ നെയ്മറുടെ കൈ ബോളിൽ കൊള്ളുന്നുണ്ട്. ആ ഒരു ഹാൻഡ് ബോൾ, വിസേറെ ഹാൻഡ് ബോൾ തന്നെയാണ്. ആ ഹാൻഡ് ബോളിന് രണ്ടാമത്തെ റെഡ് കാർഡ് കൊടുക്കുകയായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ യെല്ലോ കാർഡ് കൊടുക്കുകയായിരുന്നു. അങ്ങനെ റെഡ് കാർഡായിട്ട് നെയ്മർ ജൂനിയർ നിരാശനായിട്ട് കളിക്കളം വിടേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഏതായാലും അതിനുശേഷം സാന്റോസിന്റെ ആളെണ്ണം കുറയുന്നു. ബൂട്ടാഫാഗോയ്ക്ക് വേണ്ടി ആർദർ 86-ാമത്തെ മിനിറ്റിൽ ഗോൾ അടിക്കുന്നു. 1-0 വിജയം അവർ സ്വന്തമാക്കുകയും ചെയ്യുന്നു. സാന്റോസ് 11 കളികളിൽ നിന്ന് 8 പോയിന്റുമായിട്ട് 18-ാം സ്ഥാനത്ത് റെലഗേഷൻ സോണിൽ തുടരുകയാണ്. അതേസമയം നെയ്മർ ജൂനിയറുടെ കോൺട്രാക്ട് പുതുക്കിയില്ലെങ്കിൽ ഇത് നെയ്മറുടെ സാന്റോസിനായിട്ടുള്ള അവസാന മത്സരമാവാനുള്ള സാധ്യതയുമുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.